ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേരത്തിലേക്ക് ഞാൻ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് പ്രവേശിച്ചിരിക്കുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ രാവിലെയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് ആ പേരിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ അസ്മാകളുടെ മഹത്വം ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ബിസ്മില്ല എന്നതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്നാണ്. ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അതുകൊണ്ടാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. സലഫുകൾ അല്ലെങ്കിൽ അറബികൾക്കിടയിലും നിങ്ങൾക്ക് ആ ഒരു പതിവ് കാണാം. കയ്യിൽ നിന്നൊരു സാധനം വീണു പോകാൻ തോന്നുന്ന ബിസ്മില്ല. ഒരു കാര്യം എടുക്കുമ്പോൾ ബിസ്മില്ല. എന്ത് കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ല. അഥവാ നാം ബിസ്മില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയും ഖുൽ ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അതെടുക്ക്, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. കാരണം ബിസ്മില്ല എന്ന് പറയുമ്പോൾ അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. മാത്രമല്ല ഒരാൾ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഏത് നാമത്തിൽ? ബിസ്മില്ല അള്ളാഹുവിൻ്റെ ഇസ്മ. അപ്പോൾ അള്ളാഹ് എന്നുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ഇസ്മ അവിടെ വന്നു. പിന്നെ ഉദ്ദേശിക്കുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ ജമീഉൽ അസ്മാ, എല്ലാ പേരുകളാണ് ഉദ്ദേശം. ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിന് എത്ര നാമമുണ്ടോ ആ നാമങ്ങളുടെ എല്ലാം അതിനൊക്കെ വസീലാക്കുകയാണ്. ആ നാമങ്ങളെ എല്ലാം വസീലയാക്കുകയാണ്. അത് മഹത്തരമായ നാമങ്ങളാണ്. ആ നാമങ്ങളെ ശരിക്കും പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളെ പിശാചുക്കളോ മറ്റു ഉപദ്രവകാരികളായ ജീവികളോ ഉപദ്രവിക്കുകയില്ല. അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും.